ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. പനിനീ പൂവിതളിൽ പതിയും തൂമഞ്ഞു പോ, ഒരു നീർക്കണമാ അലിയാ ഈ കാസയിൽ, തിരുനാമ പ്രാർത്ഥനയിൽ ഒരു രാഗമായുയരാ, തിരുനാമ പ്രാർത്ഥനയിൽ ഒരു രാഗമായുയരാ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. മണിനാദമുയരുന്നു, മനസ്സിൽ നിറയുന്നു, യേശുവേ ദേവസുതാ വരമാരി ചൊരിയണമേ, പരിപാവനനാം പരനേ പദതാരിലന്നഭയം, പരിപാവനനാം പരനേ പദതാരിലന്നഭയം. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. നന്ദി അറിയിക്കുകയാണ്. ദൈവം ഇനിയും സഹായിക്കട്ടെ. നല്ല ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു
ദൃശ്യാവിഷ്കാരം, നല്ലൊരു ഡ്രാമ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ ജനനത്തെ വിളിച്ചോതുന്ന അതിമനോഹരമായ ഒരു ഡ്രാമ ഞങ്ങളുടെ ചർച്ചിലെ പ്രിയ സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. ദയവായി നിങ്ങൾ ഈ പ്രോഗ്രാം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വേണം മടങ്ങിപ്പോകാനെന്ന് നിങ്ങളോട് പ്രത്യേകം അറിയിക്കുകയാണ്. ഈ ഡ്രാമ വളരെ വേഗം തീരുന്ന ഒരു ഡ്രാമയാണ്. യേശുവിൻ്റെ ജനനത്തെ വിളിച്ചോതുന്ന മനോഹരമായ ഒരു ദൃശ്യാവിഷ്കാരം നിങ്ങൾക്കായി. മക്കളെ, ജോയ് മോനെ, ജിനി മോളെ, അമ്മേ, അന്നേ, എല്ലാവരും വേഗം വന്നേ. കേക്ക് മുറിക്കാൻ സമയമായി കേട്ടോ. ഹായ് ഡാഡി, ഒത്തിരി സമ്മാനങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ഞങ്ങൾക്കാണോ? നിങ്ങൾക്കുണ്ട്, എന്നാൽ ഇതെല്ലാം നിങ്ങൾക്കുള്ളതല്ല. നിങ്ങളെപ്പോലെ ഈ സന്തോഷം കിട്ടാത്ത ഒത്തിരി വേറെ കുഞ്ഞുങ്ങളുണ്ട്. ഇത് അവർക്കും കൂടി നമുക്ക് കൊണ്ടു കൊടുക്കണം. അതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. അതാണ് ലോകത്തോട് യേശു കാണിക്കുന്ന സ്നേഹത്തിൻ്റെ സന്ദേശം. ഡാഡി, ഈ യേശു ജനിച്ച ചരിത്രം ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? ഞങ്ങളും കേൾക്കട്ടെ യേശു എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നതെന്ന്. രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഗലീലയിലെ നസ്രത്ത് എന്ന ചെറുഗ്രാമത്തിൽ മറിയ എന്ന കന്യകയായ ഒരു യുവതി താമസിച്ചിരുന്നു. അവൾ ദയയുള്ളവളും വിശ്വസ്തയും അസാധാരണമായൊരു ദൈവപ്രവൃത്തിക്കായി ദൈവം തിരഞ്ഞെടുത്തവളുമായിരുന്നു. ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്ന പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന മറിയയുടെ അടുക്കലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കർത്താവ് നിന്നോടുകൂടെയുണ്ട്. മറിയയെ, ഭയപ്പെടേണ്ട. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്നു പേർ വിളിക്കണം. അവൻ വലിയവനാകും. അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. ഞാൻ പുരുഷനെ അറിയായകയാൽ ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്നു പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇതാ, ഞാൻ കർത്താവിൻ്റെ ദാസി. നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ജോസഫേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്റെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? എല്ലാം നന്നായി പോകുന്നു. കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരുക്കാനുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിലും ജോലി ചെയ്യേണ്ടി വരിക. ജോസഫേ, ഞാനൊരു കാര്യം അറിഞ്ഞു. നിനക്കത് കേൾക്കാൻ അത്രയ്ക്ക് രസമുള്ള കാര്യമല്ല. എന്താണ് കാര്യം? നീ അറിഞ്ഞോ? മറിയ ഗർഭിണിയാണ്. നാട്ടിലൊക്കെ ഇത് വലിയ സംസാര വിഷയമാണ്. എനിക്ക് തോന്നണു ഇത് നീ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ എന്ത് പറയും? നീ ഒരു കാര്യം ചെയ്യ്, രഹസ്യമായിട്ട് അവളെ ഉപേക്ഷിക്കുക. അതാകുമ്പോൾ പിന്നെ രണ്ടുപേർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ശരി, അങ്ങനെ സംസാര വിഷയം നടക്കുന്നുണ്ടോ? ഒന്ന് ആലോചിക്കട്ടെ.
ദാവീദിൻ്റെ മകനായ യോസേഫെ, മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അങ്ങനെ തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന മറിയയെ യോസേഫ് വിവാഹം കഴിച്ച് ഭാര്യയായി സ്വീകരിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് അഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ പേർ ചാർത്തലുണ്ടായി. എല്ലാവരും പേര് ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അതിൻ പ്രകാരം യോസേഫ് ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനായതുകൊണ്ട് ഗർഭിണിയായ മറിയയോടുകൂടി പേര് ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണത്തിൽ നിന്ന് യഹൂദ്യയിലെ ബെത്ലഹേം എന്ന ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് പോയി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരും കാണാനില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരാ? എന്തു വേണം? ഞങ്ങൾ നസ്രത്തിൽ നിന്ന് വരികയാണ്. നടന്നു വയ്യാതെയായി. എൻ്റെ ഭാര്യയാണെങ്കിൽ ഗർഭിണിയാണ്. ഇനി ഒരടി വയ്ക്കാൻ പോലും ആവതില്ല. ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ഇടം തരുമോ? അയ്യോ, എന്നോട് ക്ഷമിക്കണം. ഇവിടെ നിങ്ങൾക്ക് തങ്ങാനുള്ള ഇടമില്ല. എല്ലായിടത്തും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് വേറൊന്നും ചെയ്യാനുള്ള നിവൃത്തിയില്ല. എന്നാൽ ശരി, ഞങ്ങൾ യാത്രയാവട്ടെ. വേറെ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമോ നോക്കട്ടെ. ഒന്ന് നിൽക്കണേ. ഇനി ഇവിടെ എങ്ങും നിങ്ങൾക്ക് വേറെ സ്ഥലം കിട്ടില്ല. ഇവിടുത്തെ പോലെ തന്നെയാണ് എല്ലായിടത്തും. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു കാലിത്തൊഴുത്തുണ്ട്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാം. അത് മതി. ഇനി യാത്ര ചെയ്യാൻ വയ്യ. ഇത്രയെങ്കിലും സൗകര്യം കിട്ടിയല്ലോ, അത് തന്നെ ധാരാളം. നമുക്കിനി ഇവിടെ തങ്ങാം. ഭയപ്പെടേണ്ട. സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നമുക്ക് ബെത്ലഹേം വരെ പോയി കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണാം. ആ അത് ശരിയാ. വാ, നമുക്ക് വേഗം പോവാ. മക്കളെ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് യേശുവിൻ്റെ ചരിത്രം. യേശുവിൻ്റെ ജനനം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ്. സമൂഹത്തിൽ തള്ളപ്പെട്ടും അവശതയിലും കഷ്ടത്തിലും രോഗത്തിലും ദുഃഖത്തിലും പാപത്തിലുമായിരുന്ന, ശാപത്തിലായിരുന്ന ഒരു ജനതയെ സ്വർഗത്തിലെ പിതാവിനോട് അടുപ്പിക്കുവാനാണ് യേശു കന്യകാജാതനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. യേശുവിൻ്റെ ചരിത്രം ഭൂലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയാണ്. യേശു സകലരെയും
സ്നേഹിക്കുന്നു. യേശു സകലരോടും ക്ഷമിക്കുന്നു. യേശു സകലത്തെയും പുതുതാക്കി തീർക്കുന്നു. യേശു ദൈവപുത്രനാണ്. യേശു ദൈവമാണ്.